ന്യൂക്ലിയസ് കെമിസ്ട്രി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇതിന് തൊട്ടു മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ പാഠം 6 പരിസ്ഥിതിയുടെ രസതന്ത്രം പാർട്ട് 1 ആയിരുന്നു. ഈ ഒരു വീഡിയോയിൽ പാർട്ട് 2. അപ്പൊ ഈ പാഠഭാഗത്തിലെ ബാക്കിയുള്ള പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ വായുമലിനീകരണത്തെ കുറിച്ച് പറഞ്ഞു, പക്ഷെ പരിഹാര മാർഗങ്ങളെ കുറിച്ച് പറയാൻ വിട്ടുപോയി. അപ്പൊ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വായുമലിനീകരണത്തിന്റെ പരിഹാര മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് അറിയാം, ശരിയായിട്ടുള്ള മാലിന്യ സംസ്കരണം, അതായത് നമ്മൾ വേറെ പ്ലാസ്റ്റിക് ഒന്നും ഇങ്ങനെ കത്തിച്ച് കളയാൻ പാടില്ല. നമ്മൾ ശരിയായ രീതിയിൽ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ അവ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവര് പ്ലാന്റുകളിൽ അത് സംസ്കരിച്ചോളും. നമ്മളായിട്ട് വീടുകളിൽ കത്തിക്കാനൊന്നും നിൽക്കരുത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക എന്നുള്ളത്. ഈ ഫോസിൽ ഇന്ധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? പെട്രോളിയം ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ, അതായത് പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, അതുപോലെയുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുക. നോൺ റിന്യൂവബിൾ ആണ്, അതായത് അത് പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും, പിന്നെ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്നവയുമാണ്. അപ്പൊ അതിന് പകരം നമ്മൾ എന്താണ്, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഉപയോഗിച്ചാൽ, അത് മേ ബി താരതമ്യേന പൈസ കൂടുതലായിരിക്കും, പക്ഷെ ഇവിടെ പച്ചക്കളറിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം മൂലം പുറന്തള്ളുന്ന ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ അളവൊക്കെ കുറക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഹൈഡ്രജൻ നമ്മൾ നാളെയുടെ ഇന്ധനം എന്ന് പറയാറുണ്ട്. ഹൈഡ്രജനൊക്കെ ഉപയോഗിക്കുന്ന വഴി, അതുപോലെ തന്നെ പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത വാതകങ്ങൾ വാഹനങ്ങളുടെ ഇന്ധനങ്ങളാക്കി ഉപയോഗിക്കാനുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തിയാൽ ഒരു പരിധി വരെ നമുക്ക് വായുമലിനീകരണം തടയാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഹൈവേകളിലൊക്കെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ മാത്രം പോരാ, അത് മെയിൻറ്റെയിൻ ചെയ്യും വേണം. അത് നോക്കാതിരുന്നാൽ വൃക്ഷങ്ങൾ കരിഞ്ഞു പോകും. പിന്നെ വെച്ച് പിടിപ്പിച്ച് ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഗവൺമെന്റ് മാത്രമല്ല, പൗരന്മാരും വൃക്ഷങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഈ ആഘോഷങ്ങളിലൊക്കെ, ഇപ്പോൾ ഉത്സവങ്ങളിലാണെങ്കിലും ദീപാവലി, വിഷു അതുപോലുള്ള ആഘോഷങ്ങളിലാണെങ്കിലും നമ്മൾ കുറച്ച് സമയത്ത് എൻജോയ്മെന്റിന് വേണ്ടി മാത്രം നമ്മൾ പടക്കങ്ങൾ ഉപയോഗിക്കും. പക്ഷെ നമുക്ക് ആ പടക്കം പൊട്ടിക്കുമ്പോൾ തന്നെ കാണാം, ഭയങ്കര പുകയും ഒരുപാട് രാസവസ്തുക്കളൊക്കെ ഉള്ളതാണ്. അപ്പോൾ പടക്കങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ എസ്പെഷ്യലി ദീപാവലിന്റെ ടൈമിലൊക്കെ നമുക്ക് കാണാം, എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലത്തെ എയർ ക്വാളിറ്റി ഭയങ്കര മോശമാണ്. ലോകത്തെ തന്നെ എത്രയോ നഗരമായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇൻഡെക്സ് സൂചികകളിലൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ പടക്കം നിരോധിക്കാറുണ്ട്, അല്ലെങ്കിൽ നിയന്ത്രിക്കാറുണ്ട് അവർ. പടക്കങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ അതുപോലെ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് ബോധവൽക്കരണമാണ്. അതിപ്പോൾ വലിയ ആൾക്കാർക്കായാലും കുട്ടികൾക്കായാലും സ്കൂളുകളിലെ ക്യാമ്പയിനിങ്ങും അതുപോലെ പോസ്റ്റർ മത്സരങ്ങളും അതുപോലെ ക്ലാസ്സുകളൊക്കെ നടത്തിയിട്ട് അവരെ ബോധവൽക്കരിക്കുക. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് വായുവിന്റെ ഗുണനിലവാരം എന്നുള്ളത്. ഇപ്പോൾ എന്തായാലും വ്യവസായവൽക്കരണമൊക്കെ കാരണം ഒരുപാട് ക്വാളിറ്റി കുറഞ്ഞു വായു താഴത്തോട്ട് പോവാതെ വരും തലമുറയ്ക്ക് കുറച്ചെങ്കിലും ക്വാളിറ്റിയുള്ള വായു കൊടുക്കണം എന്നുള്ള ഒരു അവബോധം എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അപ്പോൾ ജലത്തിന്റെ ധർമ്മങ്ങൾ, ഇപ്പൊ കുടിക്കാൻ വേണം, കുളിക്കാൻ വേണം, എന്താണ് പാചകം ചെയ്യാൻ വേണം, പിന്നെ കൈ വൃത്തിയാക്കാൻ വേണം, നമുക്ക് ചെടികൾക്കൊക്കെ ഗാർഡനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ വെള്ളം വേണം, വീട് വൃത്തിയാക്കാൻ, തുടക്കാൻ, അതിനൊക്കെ നമുക്ക് വെള്ളം വേണം. അതുപോലെ ഒരുപാട് വൈദ്യുത പദ്ധതികളൊക്കെ ഉണ്ട് അല്ലെ, ഇങ്ങനെ ഡാമുകൾ, പ്രൊജക്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ജലത്തിന്റെ സഹായം ആവശ്യമാണ്. അതുപോലെ ജലസേചനം, സ്പ്രിംഗ്ലർ സിസ്റ്റം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, പുൽമേടുകളിലാണെങ്കിലും പിന്നെ കാർഷിക ദിനങ്ങളിലൊക്കെ ആണെങ്കിലും. പിന്നെ പണ്ടൊക്കെ കാലത്താണെങ്കിലും ആ ഒരു ചക്രം പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ജലസേചനത്തിന് പേര് സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് ജലം ആവശ്യമാണ്. ഒരുപാട് സംഗതികൾ ജലത്തിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്. അപ്പൊ ഭൗമോപരിതലത്തിന്റെ 71% ജലമാണ്. നമ്മൾ ബ്ലൂ പ്ലാനറ്റ് എന്നാണ് പറയാറ് ഭൂമിനെ അല്ലെ. കാരണം നമ്മൾ നോക്കുന്ന ചിത്രം, നമ്മൾ ഭൂമിയുടെ വരക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്താണ്, കരേനേക്കാളും ജലത്തിനെയാണ് നമ്മൾ വരച്ച് കാണുന്നത്. പക്ഷെ എന്നാലും നമ്മൾ എപ്പോഴും എന്ത് പറയും, ശുദ്ധജല ദൗർലഭ്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ കാരണം എന്താ? ഈ ഭൂമിയിലെ ആകെ ജലത്തിന്റെ 96% എന്ന് പറയുന്നത് എന്താണ്? കടൽ വെള്ളമാണ്. കടൽ വെള്ളത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, എന്താണ്? ഉപ്പുവെള്ളമാണ് അല്ലെ. അതിൽ ഒരുപാട് ലവണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ശുദ്ധജലം അല്ല. അതിന് നമുക്ക് പിന്നെ വിവിധ പ്രക്രിയകളൊക്കെ ഉപയോഗിച്ചിട്ട് ശുദ്ധജലം ആക്കുകയാണ് ചെയ്യേണ്ടത്. ഡയറക്ട്ലി അതൊരു പ്യുവർ വാട്ടർ അല്ല. മനുഷ്യ ശരീരത്തിൽ ശരാശരി 60% ജലമുണ്ട്. ദിവസേന 2 ലിറ്റർ ജലമെങ്കിലും ഒരാൾ കുടിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഭൂമിയിലെ ഈ ജലസമ്പത്തിന്റെ 2.5% മാത്രമാണ് ശുദ്ധമായ ജലം എന്ന് പറയുന്നത്. അപ്പോൾ ശുദ്ധജലത്തിന്റെ ലഭ്യത എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇഷ്ടംപോലെ കടലുകളുണ്ട്, കായലുകളുണ്ട്, നദികളുണ്ട്, കുളങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താ? ഇതുപോലെ ഗാർഹിക മാലിന്യങ്ങളും, ഈ രണ്ടാമത്തെ ചിത്രം രാസമാലിന്യങ്ങളാണ്, ഫാക്ടറിയിൽ നിന്നൊക്കെയുള്ള. കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വളരെയധികം ദുർഗന്ധം വമിക്കുന്ന മോശമായിട്ടുള്ള വെള്ളമാണ്, യാതൊരു പ്യൂരിഫിക്കേഷനും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നദികളിലേക്ക് ഒഴുക്കി വിടുന്നത്.
ഗാർഹിക മാലിന്യങ്ങള്, രാസമാലിന്യങ്ങള് ഇതൊക്കെ ജലസ്രോതസ്സുകളിൽ ഇങ്ങനെ എത്തി കെട്ടിക്കിടക്കുകയാണ്. എസ്പെഷ്യലി ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരുപാട് കുപ്പികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഉപകാരികളായിട്ടുള്ള പല സൂക്ഷ്മജീവികളും ഇത് കാരണം നശിച്ചു പോകുന്നു. പ്ലാസ്റ്റിക്കിന്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും സാന്നിധ്യം ജലസ്രോതസ്സുകളെ കാഴ്ചയിൽ തന്നെ നമുക്ക് മലിനപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുന്ന തരത്തിൽ എത്തിയിട്ടുണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ ഇതിനിടയിൽ ഒരു ന്യൂസ് കണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് ന്യൂസിൽ. എന്താ, കൊച്ചി പോണേക്കര സദേൺ ഓർഗാനിക്സ് എന്ന് പറഞ്ഞിട്ട്, മംഗളം ഡൈസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കൊല്ലം മുന്നേ 50 വർഷം മുന്നേ കൂട്ടിപ്പോയ ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ എന്നിട്ട് അവിടെ എന്താണ്, ചുവന്ന കളറുള്ള വെള്ളമാണ് അവിടുത്തെ നിവാസികൾക്ക് ഇപ്പോഴും കിട്ടുന്നത്. കാരണം എന്താ, അത് ഭൂഗർഭ ടാങ്കറിലൂടെ ഭൂഗർഭജലത്തിലോട്ട് ഈ രാസമാലിന്യം കലർന്നിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു അശ്രദ്ധ കാരണം പിന്നെ ഒരുപാട് വർഷങ്ങളോളം പരിസരവാസികൾ പിന്നീടുള്ള റിസൾട്ട് അനുഭവിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പട്ടിക 6.1 മലിനീകാരികൾ ഉറവിടം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിസൂക്ഷ്മ ജീവികൾ, ഗാർഹിക മാലിന്യങ്ങളാണ് അവയുടെ ഉറവിടം. ജൈവ മാലിന്യങ്ങളുടെ ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? ജന്തുവിസർജ്യങ്ങൾ, മൃഗാവശിഷ്ടങ്ങൾ, മൃതദേഹങ്ങൾ, ചീഞ്ഞളിഞ്ഞ സസ്യങ്ങൾ, ഇവയൊക്കെയാണ് നമ്മൾ ജൈവ മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുന്നത്. സസ്യപോഷണങ്ങൾ, ഇപ്പം ചെടികൾക്ക് വളർച്ചയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ രാസവളങ്ങൾ ഇടുന്നു. ഇതും എവിടെ തന്നെയാണ് എത്തിപ്പെടുന്നത്? ഭൂഗർഭജലത്തിൽ. പിന്നെ വിഷമയമായിട്ടുള്ള ലോഹങ്ങൾ, നമുക്ക് വ്യാവസായിക മാലിന്യങ്ങളിലാണ് എന്താണ് ഈ കാഡ്മിയം, ആഴ്സനിക് പോലെയുള്ള വിഷമയമായിട്ടുള്ള ലോഹങ്ങൾ, ഹെവി മെറ്റൽസ് എന്ന് പറയും, അവയൊക്കെ കാണാൻ സാധിക്കുന്നത്. കീടനാശിനികൾ കൃഷിയിടങ്ങളിലൊക്കെ എന്നുള്ള പ്രധാനമായിട്ടുള്ള ജലമലിനീകരണ കാരണമാണ് ഈ കീടനാശിനികൾ, കളനാശിനികൾ അതുപോലെയുള്ളവയൊക്കെ. മലിനീകരണത്തിന് കാരണമാകുന്ന ആഴ്സനിക്, ഫ്ലൂറിൻ, ലെഡ് എന്നിവ കലർന്ന രാസവസ്തുക്കൾ വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മലിനജലത്തിലൂടെ ജലസ്രോതസ്സുകളിൽ എത്തുന്നു. കീടനാശിനികളും കളനാശിനികളും ഭൂഗർഭജലത്തിൽ എത്തിച്ചേരുന്നതും മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഇവയ്ക്കൊക്കെ പുറമെ നമ്മുടെ ഗംഗാനദി, നമ്മൾക്ക് മോക്ഷം കിട്ടാൻ പുണ്യനദിയായ ഗംഗാനദിയിൽ അവസാന കാലത്തെങ്കിലും പോകണമെന്ന് പറയും അല്ലേ. പക്ഷെ വിവിധ പട്ടണങ്ങളിൽ കൂടി ഒഴുകിയെത്തുന്ന ഗംഗയത്തെ അവസ്ഥ എന്താണ്? ഇഷ്ടം പോലെ ചപ്പുചവറുകള്, ശവശരീരങ്ങളൊക്കെ സാന്നിധ്യം നദിയുടെ മരണത്തിന് കാരണമാവുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഗംഗയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമാമി ഗംഗെ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്നൊരു പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുണ്യനദിയായിട്ടുള്ള ഗംഗയുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ബാക്കി നദികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾ ടെക്സ്റ്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താ, ജലസ്രോതസ്സുകൾ ശുദ്ധമാണോ എന്ന് എങ്ങനെ നിർണ്ണയിക്കാം. അതൊന്നും അങ്ങനെ എക്സാമിന് ചോദിച്ചിട്ട് കാണാറില്ല. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അതുപോലെ തന്നെ ഡിസോൾവ്ഡ് ഓക്സിജൻ, ഇവയൊക്കെ മെഷർ ചെയ്യുന്ന ചില പ്രോസസ്സ് ഉണ്ട്. അതിലൂടെ നമുക്ക് ജലസ്രോതസ്സുകൾ ശുദ്ധമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ശുദ്ധജലാശയങ്ങളുടെയൊക്കെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് മൂല്യം എന്ന് പറയുന്നത് 1 ലിറ്ററിൽ 1 മില്ലിഗ്രാം എന്നതിന് താഴെയായിരിക്കും. പക്ഷെ ഓടകളിൽ നമുക്കറിയാം മലിനജലമാണ്. അപ്പം മലിനജലങ്ങളിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് 1 ലിറ്ററിൽ 500 മില്ലിഗ്രാമിന് മുകളിലാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വാട്ടർ സാമ്പിൾ ശുദ്ധമാണോ അല്ലേ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഇത് എക്സാമിന് അങ്ങനെ ചോദിച്ച് കാണാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മലിനജലത്തെ എങ്ങനെ ശുദ്ധീകരിക്കാം എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം പരമ്പരാഗത രീതികളുണ്ട് ജലശുദ്ധീകരണത്തിന്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന ശാസ്ത്രീയ രീതികളുണ്ട്. അപ്പൊ പരമ്പരാഗത രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുച്ചട്ട, അരിപ്പ, അടീക്കൽ സമ്പ്രദായം ഇതൊക്കെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ശാസ്ത്രീയ രീതിയിലുള്ള ശുദ്ധീകരണത്തിൽ അത് നിങ്ങളുടെ പേജ് നമ്പർ 106 അല്ല 126 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് പിന്തുടർന്നു വരുന്ന രീതി. അപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാനിവിടെ ഇങ്ങനെ 5 സ്റ്റേജസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ എക്സാമിന് പോകരുത്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജലശുദ്ധീകരണ പ്രക്രിയയുടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ്. അപ്പൊ സ്ക്രീനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ഖരമാലിന്യങ്ങളെ, ഖരം എന്ന് വെച്ചാല് സോളിഡ് അല്ലെ, അപ്പം ഖരമാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്നതാണ് 1ാം ഘട്ടം. ഇനി 2ാം ഘട്ടം എന്ന് പറയുന്നതോ എയറേഷൻ. എയറേഷൻ എന്താ നമ്മൾ ചെയ്യുന്നത്? വെള്ളത്തെ ഒഴുക്കിവിട്ട് ഓക്സിജനുമായിട്ട് കലർത്തുന്നു. അപ്പോ ഓക്സിജനുമായി നമ്മൾ ആ വെള്ളത്തെ കലർത്തുന്നു. അപ്പൊ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താ? മാലിന്യങ്ങളെ ഓക്സീകരിച്ചുള്ള ശുദ്ധീകരണ പ്രക്രിയയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്ന ഘട്ടം.
അല്ലേ? ഇനി മൂന്നാം ഘട്ടത്തിന് നമ്മൾ എന്ത് പേരാ വിളിക്കുക എന്നറിയോ? സെഡിമെന്റേഷൻ. അപ്പൊ സെഡിമെന്റേഷൻ എന്ന് പറയുമ്പോൾ അരിച്ചു മാറ്റാൻ കഴിയാതെ ജലത്തിൽ കലർന്നിരിക്കുന്ന മാലിന്യങ്ങളെ വേർതിരിക്കുവാൻ വേണ്ടി ആലവുമായി കലർത്തുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? മാലിന്യങ്ങൾ അടിയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാല് അരിച്ചു മാറ്റാൻ കഴിയാതെ ജലത്തിൽ കലർന്നിരിക്കുന്ന മാലിന്യങ്ങളെ ആലവുമായി, ആലം എന്താണെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ മാലിന്യങ്ങൾ അടിയുന്നു. ഓക്കെ അല്ലേ? ഇത് നമ്മൾ ചെയ്യുന്നത് ഫിൽട്രേഷൻ ആണ്, നാലാമത്തെ ഘട്ടം. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ ആണ്. ക്ലോറിൻ, ഓസോൺ അണുവിമുക്തം ആക്കുന്നു. ക്ലോറിൻ, ഓസോൺ ഇവ ഉപയോഗിച്ച് ജലത്തെ അണുവിമുക്തം ആക്കുന്നു. ഓക്കെ അല്ലേ? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നിങ്ങൾ വെറുതെ ഈ പേരുകൾ പഠിച്ചാൽ മാത്രം പോരാ, ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓർഡർ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം ആദ്യത്തെ ഘട്ടം സ്ക്രീനിങ്, രണ്ടാമത്തെ ഘട്ടം എന്താണ്? എയറേഷൻ, മൂന്നാമത്തെ ഘട്ടം എന്താണ്? സെഡിമെന്റേഷൻ, നാലാം ഘട്ടം എന്താണ്? ഫിൽട്രേഷൻ, അഞ്ചാം ഘട്ടം എന്താണ്? സ്റ്റെറിലൈസേഷൻ. ഖരമാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്നതാണ് ഒന്നാം ഘട്ടമായ സ്ക്രീനിങ്ങിൽ നടത്തുന്നത്. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ മാലിന്യങ്ങളെ ഓക്സിജനുമായിട്ട് കലർത്തും. അപ്പോൾ മാലിന്യങ്ങളെ ഓക്സീകരിച്ചിട്ടുള്ള ശുദ്ധീകരണ പ്രക്രിയയാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുന്നത്. സെഡിമെന്റേഷൻ എന്ന് വെച്ചാൽ നേരത്തെ അരിച്ചു മാറ്റാൻ കഴിയാതെ ജലത്തിൽ കലർന്നിരിക്കുന്ന മാലിന്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? ആലവുമായിട്ട് കലർത്തും. അപ്പൊ ആലം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പേജ് നമ്പർ 62 കൊടുത്തിട്ടുണ്ട്. അതായത് ആസിഡ് ആൽക്കലി ലവണങ്ങൾ എന്നുള്ള പാഠം ഉണ്ടല്ലോ, അതിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? K2SO4.Al2SO4 thrice.24H2O. നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. മറ്റൊരു പാഠത്തിലും ഇത് കൊടുത്തിട്ടുണ്ട്. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലല്ലേ? ആലം എന്നുള്ള ലവണത്തിന്റെ ഉപയോഗം എന്താണ് എന്ന് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ജലശുദ്ധീകരണം എന്ന് എഴുതണം. ഈ ഫോർമുല ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഇതിന്റെ ഉപയോഗം മാത്രം ഓർമ്മിച്ചാൽ മതി. ആലം. ഓക്കെ, ആലം ഒരു ലവണമാണ്, അത് ജലശുദ്ധീകരണത്തിനാണ് ഉപയോഗിക്കുന്നത്. അത് പേജ് 62 ആസിഡ് ആൽക്കലി ലവണങ്ങൾ, ലായനികൾ, കൊളോയിഡുകൾ എന്നുള്ള മൂന്നാമത്തെ ചാപ്റ്ററിലും നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ പരിസ്ഥിതിയുടെ രസതന്ത്രം എന്ന പേരുള്ള 6ാമത്തെ ചാപ്റ്ററിലും നമ്മൾ ആലത്തിനെ കുറിച്ച് പരാമർശിക്കുന്നു. പിന്നെ ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്താണ് ഫിൽട്രേഷൻ നമ്മൾ പൊതുവെ ചെയ്യുക? നമ്മളൊരു ഖരം ഉണ്ടാവും, ഒരു ലായനിയിൽ നമ്മൾ ഖരം അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആ ദ്രാവകത്തിനെയും ഖരത്തിനെയും വേർതിരിക്കാൻ വേണ്ടി നമ്മൾ മിക്കവാറും ഫിൽട്ടർ പേപ്പർ ഒക്കെ യൂസ് ചെയ്തിട്ട് നടത്തുന്ന പ്രക്രിയയാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫിൽട്ടർ പേപ്പറിൽ നമുക്ക് പിന്നെ നമ്മുടെ ഖരം റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫണലിന്റെ താഴെ നമുക്ക് മദർ ലിക്കർ എന്ന് പറയും. അപ്പോൾ ദ്രാവകം, അങ്ങനെ നമുക്ക് ദ്രാവകവും വേർതിരിച്ചു കിട്ടും, ഖരവും വേർതിരിച്ചു കിട്ടും. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ ആണ്. സ്റ്റെറിലൈസേഷൻ നമ്മൾ ആശുപത്രികളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ക്ലോറിൻ അല്ലെങ്കിൽ ഓസോൺ എന്നിവ ഉപയോഗിച്ചിട്ട് നമ്മൾ ജലത്തിനെ അണുവിമുക്തമാക്കുന്നു. ഈ അണുവിമുക്ത ജലത്തിന് നമുക്ക് പിന്നെ എന്തായിട്ട് ഉപയോഗിക്കാം? കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാം. അത്രയും പ്യൂരിഫൈഡ് ആയിരിക്കും ഇത്രയധികം സ്റ്റെപ്പ് കഴിയുമ്പോൾ ജലം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ 127 പേജിൽ ഒരു പട്ടിക 6.2 കൊടുത്തിട്ടുണ്ട്. കുടിവെള്ളത്തിലെ ലോഹങ്ങളുടെ അനുവദനീയമായ അളവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും എക്സാമിന് ചോദിച്ച് കാണാറില്ല. നമുക്ക് വരുന്ന പോർഷൻ പരിഹാര മാർഗങ്ങൾ, ജലമലിനീകരണം തടയുന്നത് എങ്ങനെയായിരുന്നു. അപ്പോൾ രാഷ്ട്രത്തിന്റെ പൊതു സ്വത്തായിട്ടുള്ളതാണ് ജലം എന്ന് പറയുന്നത്. അപ്പൊ ജലസ്രോതസ്സുകൾ മാലിന്യമുക്തമായി സംരക്ഷിക്കുന്നുണ്ടോ എന്നത് നമ്മൾ നിയമനിർമ്മാണം വഴി ഉറപ്പാക്കേണ്ടതാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് വാട്ടർ കൺസർവേഷൻ ആക്ട് ഒക്കെ ഉണ്ട്. നിയമനിർമ്മാണം നടത്തിയാൽ മാത്രം പോരാ, അത് ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ, പിഴയുടെ രൂപത്തിൽ, ഫൈനിന്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ. കായലിലേക്കൊക്കെ വലിച്ചെറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പൊ CCTV അതിലൊക്കെ നോക്കിയിട്ട് പിഴ ചുമത്തുക എന്നുള്ളതാണ്
ഒരു കാര്യം, വ്യവസായശാലകളിൽ നിന്നുള്ള ജലം നമ്മളിപ്പോ പറഞ്ഞില്ലേ കുറെ സ്റ്റെപ്പ് ജലശുദ്ധീകരണം, അപ്പൊ അവയ്ക്കൊക്കെ ശേഷം മാത്രമേ നമ്മൾ പുറത്തോട്ട് ഒഴുക്കിവിടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ജൈവ കൃഷി രീതികൾ അവലംബിക്കേണ്ടത് അത്യാവശ്യമാണ്. ജൈവ വളങ്ങളായിക്കൊള്ളട്ടെ, മണ്ണിര കമ്പോസ്റ്റ്, അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കൃഷി ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പം രാസവളങ്ങളെയും കീടനാശിനികളെയും കളനാശിനികളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള ജൈവ കൃഷി രീതികൾ അവലംബിക്കുക. പ്ലാസ്റ്റിക് ഭയങ്കര ഒരു വില്ലനാണ് അല്ലെ. അപ്പൊ പ്ലാസ്റ്റിക് ഒന്നും ജലാശയങ്ങളിൽ തള്ളരുത്, അവ ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ആൾക്കാരിലേക്ക് ബോധവൽക്കരണം എത്തിക്കുക. പഞ്ചഭൂതങ്ങളിൽ അവസാനത്തേതായിട്ടുള്ള മണ്ണിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളൊക്കെ മണ്ണിൽ കളിച്ചു വളർന്നവരാണ്. അപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാ പ്രദേശങ്ങളിലെയും മണ്ണ് ഒരേ പ്രകൃതമുള്ളവയല്ല. ഡിഫറെന്റ് ടൈപ്പ് മണ്ണ് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ചിലയിടങ്ങളിൽ കറുത്ത മണ്ണാണെങ്കിൽ ചിലയിടങ്ങളിൽ ചുവന്ന മണ്ണാണ്. ചിലയിടങ്ങളിൽ നമ്മൾ പ്രതിമകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തരം കളിമണ്ണാണ് ഉള്ളത്. പിന്നെ അലൂവിയൽ മണ്ണും നദികളിലൊക്കെ ഒഴുകി ഡെപ്പോസിറ്റ് ചെയ്യുന്ന നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ് അലൂവിയൽ മണ്ണ്. നിങ്ങൾ ചിലപ്പോൾ ജോഗ്രഫിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര വിവിധ തരം മണ്ണ് ഉള്ളത്? കാരണം വർഷങ്ങളോളം ഭൂമിശാസ്ത്രപരവും ജൈവശാസ്ത്രപരവുമായ നിരവധി അവസ്ഥകളിലൂടെ പാകപ്പെട്ട് വരുന്നതിനാലാണ് ഈ ഒരു വ്യത്യസ്തത കൈവന്നിട്ടുള്ളത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് മണ്ണ് അല്ലെ. നമ്മൾ മരിച്ച് 6 അടി മണ്ണിലാണ് അടക്കം ചെയ്യപ്പെടുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ അത്ര സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണെങ്കിൽ കൂടി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് മണ്ണിനുള്ളത്. ഒട്ടനവധി സുഷിരങ്ങളും അറകളും പലതരം സംയുക്തങ്ങളും സൂക്ഷ്മജീവികളാലും സമ്പന്നമാണ് മണ്ണ്. ഖരാവസ്ഥയിലും ദ്രവാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള അനേകം സംയുക്തങ്ങൾ, അനവധി ലോഹങ്ങൾ, അനവധി അലോഹങ്ങൾ, ഇവയൊക്കെ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ലോഹങ്ങളും അലോഹങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോഹങ്ങളിൽ പെടുന്നതാണ് അയൺ അഥവാ ഇരുമ്പ്, പിന്നെ കാൽസ്യം, മെഗ്നീഷ്യം, ടൈറ്റാനിയം, പൊട്ടാസ്യം, ഇവയൊക്കെ. അലോഹങ്ങൾ ഏതൊക്കെയാ? കാർബൺ, ഓക്സിജൻ. പിന്നെ അലോഹങ്ങളുടെ എല്ലാം ഒരു മിക്സ് ആയിട്ടുള്ള ക്യാരക്ടർ വരുന്നവയാണ് ഉപലോഹങ്ങൾ. അപ്പോൾ സിലിക്കൺ അതിന്റെ കീഴിലാണ് വരുന്നത്. അപ്പൊ ഇത്രയും ആണ് മെയിൻ ആയിട്ടുള്ള ലോഹങ്ങളും അലോഹങ്ങളും ഉപലോഹങ്ങളും. മണ്ണിൽ ജലാംശം ഉള്ളത് കൊണ്ട് കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ ഈ മൂലകങ്ങളുടെ സംയുക്തങ്ങളുടെ തോത് കൂടുതലാണ്. ഇവയൊക്കെ എന്താണ്? സസ്യങ്ങളുടെ വളർച്ച അളവറ്റ് സഹായിക്കുന്ന സംയുക്തങ്ങളാണ്. കാർബൺ ആണെങ്കിൽ ബൈകാർബണേറ്റ് അയോണിന്റെ രൂപത്തിലാണ് മണ്ണിൽ കാണപ്പെടുന്നത്. പട്ടിക 6.3 കൊടുത്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. നൈട്രജൻ ആണെങ്കിൽ നൈട്രേറ്റ്, അപ്പോൾ ആനയോൺ ആണ് അല്ലെ, നെഗറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ടാണ് കാണപ്പെടുന്നത്. സൾഫറും അതെ, സൾഫേറ്റ് ആയിട്ട്. ക്ലോറിൻ ആണെങ്കിൽ ക്ലോറൈഡ് അയോൺ ആയിട്ട് കാണപ്പെടുന്നു. അതത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, പട്ടികയിൽ കൊടുത്തതുകൊണ്ട് ഞാൻ വായിച്ചു എന്നേ ഉള്ളൂ. ഇനി ഈ ഒരു വാക്ക് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഹ്യൂമസ്. മണ്ണിലെ ചപ്പുചവറുകൾ കാലക്രമേണ ഹ്യൂമസ് എന്ന ജൈവമണ്ണായിട്ട് രൂപാന്തരം പ്രാപിക്കും. ഓരോ പ്രദേശങ്ങളിലുമുള്ള മണ്ണിൽ അടങ്ങിയിട്ടുള്ള ഹ്യൂമസിന്റെ അളവ് വ്യത്യസ്തമായിരിക്കും. ഇനി മണ്ണിന്റെ രാസഘടനയിൽ 15ഓളം വിവിധ തരം സിലിക്കകളും സിലിക്കേറ്റുകളും ക്വാർട്സ്, മൈക്ക, ഫെൽസ്പാർ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഖനികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, ധാതുക്കളുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടാവുന്ന വാക്കുകളാണ്. ക്വാർട്സ്, മൈക്ക, ഫെൽസ്പാർ, ഇതൊക്കെ നിങ്ങൾ ജോഗ്രഫിയിലൊക്കെ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും മുന്നേ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് മണ്ണിന്റെ pH നെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിന് മുന്നേ pH എന്നുള്ള ഒരു വാക്ക് 3ാമത്തെ പാഠമായ ആസിഡ് ആൽക്കലിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊന്നുകൂടെ നമ്മൾക്ക് ഓർമ്മപ്പെടുത്തിയെടുക്കാം. pH എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ? ഇപ്പൊ നമ്മൾ ആസിഡുകൾ അഥവാ അമ്ലങ്ങൾ, അതുപോലെ ആൽക്കലികൾ അഥവാ ക്ഷാരങ്ങൾ, അപ്പോൾ ഇവയുടെയൊക്കെ ശക്തി ഒന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സങ്കേതം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് pH സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ pH സ്കെയിലിൽ ആക്ച്വലി 0 തൊട്ട് 14 വരെയുള്ള സംഖ്യകളെ ഉണ്ടാവുള്ളൂ. എന്ന് പറയുമ്പോൾ നേർപകുതി എന്താ? 7 അല്ലേ. അപ്പം 7 എന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ലായനിയെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം ശുദ്ധജലം അസിഡിക്കോ അല്ല ബേസിക്കോ അല്ല, അത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ലായനിയാണ്. ഇനി 0 തൊട്ട് 7 തൊട്ട് താഴെ വരെയുള്ള pH മൂല്യങ്ങളാണെങ്കിലോ അവയൊക്കെ അമ്ലഗുണത്തെ അല്ലെങ്കിൽ അസിഡിക ഗുണത്തെ സൂചിപ്പിക്കുന്നു. 7 തൊട്ട് 14 വരെയുള്ളവ ഏത് സാമ്പിൾ ആണെങ്കിലും അവയ്ക്ക് ക്ഷാരഗുണമായിരിക്കും ഉണ്ടാവുക. pH സ്കെയിൽ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് സൊറൻസൺ എന്ന പേരുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. ഈ pH സ്കെയിലിന്റെ ഏറ്റവും ഉപയോഗം കർഷകർക്കാണ്. കാരണം നമുക്കറിയാം, വിളകളുടെ തരം അനുസരിച്ചിട്ട് മണ്ണിന്റെ pHൽ ചില്ലറ വ്യത്യാസങ്ങൾ വേണ്ടിവരും. ഒരു ചെടിക്ക് വേണ്ടുന്ന pH ആയിരിക്കില്ല മറ്റൊരു ചെടിക്ക് വളരാൻ വേണ്ടി വരിക. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മണ്ണിന്റെ pH കണ്ടുപിടിക്കും. അപ്പൊ മണ്ണിന്റെ pH കുറവാണെങ്കിൽ, അതായത് ആ മണ്ണ് അസിഡിക ആണെങ്കിൽ, നമ്മൾ വേണ്ട അളവിൽ ക്ഷാരം ചേർത്ത് അതിന് അനുയോജ്യമായ pHലേക്ക് മാറ്റിയെടുക്കും. മണ്ണിന്റെ pH കണ്ടുപിടിച്ചിട്ടാകുമ്പോൾ അത് 7 കൂടുതലും 14 കുറവാണ്, അതായത് ക്ഷാരഗുണമുള്ളതാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അതിൽ അമ്ലം ചേർത്തിട്ട് നമുക്ക് എത്രയാണോ pH ആ ചെടിക്ക് അനുയോജ്യമായിട്ടുള്ളത് അതിലേക്ക് എത്തിക്കും. ചെടിയുടെ വളർച്ച ഇത് ഹെൽപ്പ് ചെയ്യും. ഞാൻ ജസ്റ്റ് 3 പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. 7 കുറവ് pH വാല്യൂ വരികയാണെങ്കിൽ അത് അമ്ലം,
എക്സാക്ട്ലി 7 ആണെങ്കിൽ അത് ന്യൂട്രൽ ലായനി 7 കൂടുതലാണ് എന്ന് പറയാണ്. ഈ സൈന് ഗ്രേറ്റർ ദാൻ അല്ലേ, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 7 കൂടുതലാണ് pH എങ്കിൽ അത് ക്ഷാര സ്വഭാവം അല്ലെങ്കിൽ ബേസിക സ്വഭാവമുള്ള സാമ്പിൾ ആയിരിക്കും. മണ്ണിന്റെ സ്വാഭാവിക pH മൂല്യം എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 5.5നും 7.5നും ഇടയിൽ. 5 എന്ന് പറയുമ്പോൾ 7 കുറവായി, 7.5 എന്ന് പറയുമ്പോൾ 7 കൂടുതലായി. അപ്പോൾ ഇത് ന്യൂട്രൽ അല്ല, സ്ലൈറ്റ്ലി അസിഡിക്കോ അതെ സ്ലൈറ്റ്ലി ബേസിക്കോ അതെ, ആ ഒരു റേഞ്ചിലാണ് ശരിക്കും വേണ്ടത്. പക്ഷെയോ കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശങ്ങളിലും അമ്ലമഴ പെയ്യുന്ന പ്രദേശങ്ങളിലും മണ്ണിന് അമ്ലത കൂടുതലായിരിക്കും. ഇത് ലോജിക്കലി കറക്റ്റ് അല്ലേ? കാരണം മഴയുടെ pH എന്താ? ശുദ്ധജലത്തിന്റെ pH ആണ് 7 എന്ന് പറയുന്നത്. മഴയുടെ pH ഒരിക്കലും 7 അല്ല. കാരണം എന്താ? നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഇല്ലേ? അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ജലമായിട്ട് കലർന്ന് എന്താവും? കാർബോണിക് ആസിഡ് ആവും. അസിഡികമായിട്ടുള്ള pH ഒരു 5 സംതിങ് ആയിരിക്കും പൊതുവെയുള്ള മഴയുടെ pH എന്ന് പറയുന്നത്. അപ്പൊ അത് അമ്ലം തന്നെയാണ്. ഇനി അമ്ലം മഴ പെയ്യുന്ന സ്ഥലത്താണെങ്കിലോ, അത് നമ്മൾ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. അമ്ലമഴ എന്ന് പറയുമ്പോൾ പിന്നെ അന്തരീക്ഷത്തിലെ സൾഫർ ഡൈ ഓക്സൈഡ് ജലമായിട്ട് ചേർന്ന് സൾഫ്യൂരിക് ആസിഡ് ആവും. നൈട്രജന്റെ ഓക്സൈഡുകൾ ജലമായിട്ട് ചേർന്ന് നൈട്രിക് ആസിഡ് ആവും. അപ്പോൾ pH സാധാരണ മഴക്കുള്ള ഓൾറെഡി അസിഡികമായിട്ടുള്ള pH-നെക്കാളും പിന്നെയും കുറയും. ജലമൊക്കെ പെയ്തിട്ട് എവിടെയാ ലാസ്റ്റ് എത്തുന്നത്? മണ്ണിലാണ് ചേരുന്നത് അല്ലെ? അപ്പൊ മണ്ണ് എന്തായിട്ട് മാറും? അമ്ലത കൂടിയതായിട്ട് മാറും. അപ്പൊ എന്താ ചെയ്യാന്നറിയോ? കർഷകര് കുമ്മായപ്പൊടിയോ ചാരമോ മണ്ണിൽ കലർത്തും. കാരണം ഇവയ്ക്ക് രണ്ടിനും ബേസിക് സ്വഭാവമാണ് ഉള്ളത്. അപ്പോൾ അമ്ലതയുള്ള മണ്ണിന്റെ pH ഇത് കൂട്ടി അനുയോജ്യമായിട്ടുള്ള pH എന്താണോ അവിടെ വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അപ്പൊ ഇത് എക്സാമിനൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അസിഡികമായിട്ടുള്ള മണ്ണ് ആണ് കർഷകന് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും അവര്? അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? കുമ്മായപ്പൊടിയോ ചാരമോ മണ്ണിൽ കലർത്തിയാൽ അവർക്ക് ആ മണ്ണിൽ തന്നെ അവരുടെ ചെടി കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കും. കൃത്രിമ വളങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കൃത്രിമ വളങ്ങൾ? സസ്യങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ് ഏതൊക്കെ? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഈ 3 അപ്പോൾ നൈട്രജന്റെ പ്രതീകം N ആണ്. ഫോസ്ഫറസിന്റെ ആണെങ്കിലോ, ഫോസ്ഫറസിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും F വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. പക്ഷേ ഫോസ്ഫറസിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് PHOROUS ആണ്. അപ്പോൾ P വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് P എന്നുള്ള പ്രതീകം ഫോസ്ഫറസിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി പൊട്ടാസ്യം ആണെങ്കിലോ, പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ പേരിൽ നിന്നാണ് അതിന്റെ പ്രതീകം വന്നിട്ടുള്ളത്. അപ്പോൾ K വെച്ചിട്ടാണ് പൊട്ടാസ്യത്തിനെ പ്രതിനിധാനം ചെയ്യുന്നത്. NPK എന്ന ഷോർട്ട് ഫോമിലാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ അവശ്യ മൂലകങ്ങൾ അറിയപ്പെടുന്നത്. ഇവ ആവശ്യാനുസരണം ലഭ്യമാക്കാനായിട്ട് എന്താണ് കർഷകർ ചെയ്യുക? രാസവസ്തുക്കൾ മണ്ണിൽ വളമായിട്ട് ചേർക്കുന്നു. ഏതൊക്കെയാണവ? അമോണിയം സൾഫേറ്റ്. അമോണിയം സൾഫേറ്റിന്റെ രാസസൂത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. NH4 twice SO4. അമോണിയം ഫോസ്ഫേറ്റ് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. NH4 thrice PO4. ഇനി പൊട്ടാസ്യം കാർബണേറ്റ് അതാണ് K2CO3. ഇനി അമോണിയം നൈട്രേറ്റ് അതാണ് NH4 NO3. യൂറിയ ആണ് NH2CO NH2. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇവയിൽ യൂറിയ കാർബണിക വളവും മറ്റുള്ളവ അകാർബണിക വളവും ആണ്. അതെങ്ങനെയാ അവർ പറഞ്ഞത്? നമ്മൾ മുന്നേ കാർബണിക രസതന്ത്രം എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സംയുക്തങ്ങളെ കാർബണികവും അകാർബണികവുമായിട്ട് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു സംയുക്തം കാർബണികാണോ അകാർബണികാണോ എന്ന് അറിയണമെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ അതിൽ കാർബൺ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഒരു മെത്തേഡ്. അപ്പോൾ നമുക്കറിയാം അമോണിയം സൾഫേറ്റിൽ ഉണ്ടോ കാർബൺ? സി ഉണ്ടോ? ഇല്ല. അമോണിയം ഫോസ്ഫേറ്റിൽ ഉണ്ടോ? ഇവിടെ നിങ്ങൾക്ക് സി കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇതും അകാർബണികമാണ്. അമോണിയം നൈട്രേറ്റിലും സി അഥവാ കാർബൺ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതും അകാർബണിക സംയുക്തമാണ്. പക്ഷേ K2CO3 പൊട്ടാഷ്യം കാർബണേറ്റിൽ സി ഉണ്ടല്ലോ, എന്നിട്ട് ഈ അകാർബണികത്തിന്റെ കീഴിൽ എന്തുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്? അപ്പോൾ ഇതിന്റെ കറക്റ്റ് ക്ലാരിഫിക്കേഷൻ ഞാൻ കാർബണിക രസാന്തരം എടുക്കുമ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടി പറയാം. കാർബണിക രസതന്ത്രം പാഠം 5 102 പേജിൽ കൊടുത്തിട്ടുണ്ട്. കാർബൺ അടങ്ങിയ സംയുക്തങ്ങളെല്ലാം കാർബണിക സംയുക്തങ്ങളായി പരിഗണിക്കപ്പെടാറുണ്ടോ? ഇല്ല. കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും കാർബൈഡുകളും കാർബണിന്റെ ഓക്സൈഡുകളും മറ്റും അകാർബണിക സംയുക്തങ്ങളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ കാർബണേറ്റ് അകാർബണികാണെന്ന് പറഞ്ഞപ്പോൾ പൊട്ടാസ്യത്തിന്റെ കാർബണേറ്റ് ആണ് പൊട്ടാസ്യം കാർബണേറ്റ്. അതുകൊണ്ട് തന്നെ ആ നിയമപ്രകാരം ഇത് അകാർബണികമാണ്. ഇനി യൂറിയയുടെ കേസിലാണെങ്കിലോ, യൂറിയയില് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രെഡറിച്ച് വൂളർ ആദ്യമായിട്ട് ഇനോർഗാനിക സംയുക്തത്തിൽ നിന്ന് ഒരു ഓർഗാനിക സംയുക്തം ഉണ്ടാക്കി. ആ ഓർഗാനിക സംയുക്തത്തിന്റെ പേരാണ് യൂറിയ എന്നുള്ളത്. അപ്പൊ ഓൾറെഡി നമ്മൾ വളരെ
ഓർഗാനിക രസായനത്തെ സംബന്ധിച്ച് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു പരീക്ഷണവും കണ്ടുപിടുത്തമായിരുന്നു. അതുകൊണ്ട് തന്നെ യൂറിയ നമുക്ക് ഒരു സംശയമില്ലാതെ പറയാം അതൊരു കാർബണിക സംയുക്തം ആണ് എന്നുള്ളത്. ഇനി നമുക്ക് തിരിച്ചു വരാം. അമ്ലരസമുള്ള മണ്ണിൽ ഈർപ്പത്തിന്റെ സാന്നിധ്യത്തിൽ യൂറിയ അമോണിയം അയോണായിട്ട് മാറുന്നു. അപ്പോൾ NH2CO NH2 എന്താവുന്നു? NH4 ആവുന്നു. ഇതിനെ സസ്യങ്ങളുടെ വേരുകൾ വലിച്ചെടുക്കുന്നു. അമോണിയം അയോണുകൾ ഓക്സീകരിക്കപ്പെടുന്നു. എന്നിട്ടോ ഓക്സീകരിക്കപ്പെടുന്ന വെച്ചാൽ NH4 ഓക്സിജൻ ആഡ് ചെയ്യപ്പെടുന്നു. എന്നിട്ട് നമുക്ക് എന്താ കിട്ടുക? നൈട്രേറ്റ് ലവണങ്ങൾ കിട്ടും. അതായത് NO3-. ഉയർന്ന താപനിലയിലും ഈർപ്പത്തിന്റെ അഭാവത്തിലും യൂറിയ അമോണിയ വാതകമായി അന്തരീക്ഷത്തിൽ ലയിക്കാനും സാധ്യതയുണ്ട്. അമോണിയ വാതകം എന്ന് പറയുമ്പോൾ NH3. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന അമോണിയ വാതകം എന്ത് ചെയ്യും? മണ്ണിന്റെ pH മൂല്യം ഉയർത്തുകയും, കാരണം അമോണിയ വാതകത്തിന് ബേസിക സ്വഭാവമാണ്, ക്ഷാര സ്വഭാവമാണ്. അപ്പോൾ എന്ത് പറ്റും? pH കൂടുതലായിരിക്കും അല്ലെ? മണ്ണിന്റെ pH മൂല്യം ഉയർത്തുകയും വിത്തുകൾക്കും മുളകൾക്കും ദോഷമായി തീരുകയും ചെയ്യും. പറഞ്ഞു, എല്ലാ ചെടികൾക്കും ഒരു അനുയോജ്യമായിട്ടുള്ള pH ഉണ്ട്. അതിൽ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അമോണിയ ബേസിക സ്വഭാവമായിട്ടുള്ള ഒന്നായതുകൊണ്ട് pH കൂടുകയാണ് ചെയ്യുന്നത്. 7 തൊട്ട് 14 വരെ ഉള്ളതിൽ ഏത് വാല്യൂ അതിന് വരാം. അങ്ങനെ കൂടുന്ന സമയത്ത് അത് ചെടിയുടെ വളർച്ചയ്ക്ക് ദോഷകരമാവും. നമ്മൾ പൊതുവെ പറയും 2 തരത്തിലുണ്ട് വളങ്ങൾ അല്ലെ? ജൈവ വളങ്ങളും ഉണ്ട്, രാസവളങ്ങളും ഉണ്ട്. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടിനും അതിൻ്റെതായിട്ടുള്ള മേന്മയുണ്ട്, അതിൻ്റെതായിട്ടുള്ള ദോഷവും. ആദ്യം രാസവളങ്ങളിൽ നോക്കാം. NPK അനുപാതം, അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം തമ്മിലുള്ള അനുപാതം 20-നും 60%-നും ഇടയിലായിരിക്കും. പക്ഷെ ജൈവവളങ്ങളിലാണെങ്കിലോ 14% കാണുള്ളൂ. ഓക്കെ, അപ്പൊ ഏറ്റവും ആവശ്യമുള്ള മൂലകങ്ങളാണ്. അപ്പൊ മൂലകത്തിന്റെ ഏറ്റവും ഹയസ്റ്റ് പെർസെന്റേജിൽ കിട്ടുന്നതായിരിക്കില്ലേ നമുക്ക് കുറച്ചുകൂടെ സ്യൂട്ടബിൾ. അപ്പൊ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ജൈവവളങ്ങളെക്കാളും ബെറ്റർ രാസവളങ്ങളാണ്. ഇനി പ്രയോജനം, 3 പോഷണങ്ങളും വേഗത്തിൽ കിട്ടും. കറക്റ്റ് അല്ലേ? കാരണം ഇത്ര ഹൈ കോൺസെൻട്രേഷനിൽ നൈട്രജൻ ഫോസ്ഫറസും പൊട്ടാസ്യവും രാസവളത്തിൽ ഉണ്ടാകുമ്പോൾ ചെടികൾക്ക് അത് പെട്ടെന്ന് കിട്ടും. ജൈവവളങ്ങളുടെ കേസിലാണെങ്കിലോ 3 പോഷണങ്ങൾ ലഭ്യമാക്കും, പക്ഷെ അത് വളരെ സാവധാനമായിരിക്കും, പെട്ടെന്നൊന്നും കിട്ടില്ല. വളരെ സാവധാനമായിട്ടായിരിക്കും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുക. ജലം ആഗിരണം ചെയ്യാനുള്ള കഴിവ് കൂടുന്നു, ജൈവഘടന മെച്ചപ്പെടുന്നു. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ ധൃതി കൂട്ടുന്നതിനേക്കാളും നല്ലത് സാവകാശം ചെയ്യുന്നതാണ് അല്ലെ? അപ്പോ 3 പോഷണങ്ങളും സാവധാനം എടുക്കുക വഴി ജലം ആഗിരണം ചെയ്യാനുള്ള കഴിവ് ചെടികൾക്ക് മെച്ചപ്പെടുന്നു, അവയുടെ ജൈവഘടനയും അങ്ങനെ മെച്ചപ്പെടുന്നു. ഇനി ദോഷം എന്താണ്? രാസവളങ്ങള് മണ്ണിന്റെ അമ്ലത വർദ്ധിപ്പിക്കും, മണ്ണിന്റെ ജൈവഘടനയിലെ മാറ്റം വരുത്തും, സൂക്ഷ്മജീവികളൊക്കെ നശിച്ചു പോകും, അതുപോലെ ജലസ്രോതസ്സുകളെയും മലിനമാക്കും. ഇനി ജൈവവളങ്ങളാണെങ്കിലോ എന്താണ് ദോഷം? നമ്മൾ ആദ്യം പറഞ്ഞ ദോഷം തന്നെ, അതായത് കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഉണ്ടാവില്ല. അപ്പോൾ പോഷണങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം ഉണ്ടാകും. അതാണ് ഇതിന്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് ജൈവവളങ്ങളുടെ. അപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കണ്ടോ. ഇത് മുൻവർഷ ചോദ്യമാണ്. രാസവളങ്ങളിലൂടെ നാം ചെടികൾക്ക് പ്രദാനം ചെയ്യുന്ന പ്രധാന മൂലകങ്ങളിൽ ഏതെങ്കിലും 2 പേര് എഴുതുക. 3 നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം, അതിൽ ഏതെങ്കിലും 2 നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അതിൽ എഴുതിയാൽ മതി. ഇനി അമിത രാസവള പ്രയോഗം കൊണ്ടുള്ള 2 ദോഷങ്ങൾ എഴുതുക. അതാ ഇഷ്ടം പോലെ ദോഷങ്ങൾ കൊടുത്തിട്ട് കാണുന്നില്ലേ? അതായത് മണ്ണിന്റെ അമ്ലത വർദ്ധിക്കുന്നു, മണ്ണിന്റെ ജൈവഘടനയിൽ മാറ്റം വരുന്നു, മണ്ണിലെ സൂക്ഷ്മജീവികൾ നശിക്കുന്നു, അതുപോലെ ജലസ്രോതസ്സുകൾ മലിനീകരിക്കപ്പെടുന്നു. ഇത് ഈ 4 പോയിന്റിൽ ഏതെങ്കിലും 2 എഴുതി വെച്ചാൽ മതി. ഓക്കെ. കൃഷിയിടങ്ങളിൽ കുമ്മായം ചേർക്കാറുണ്ട്, കാരണം എന്ത്? നമ്മുടെ മുന്നത്തെ സ്ലൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? എന്താണ് കാരണം? കുമ്മായം ക്ഷാര സ്വഭാവം ഉള്ളതാണ്. അപ്പൊ ക്ഷാര സ്വഭാവം ഉള്ളത് മണ്ണിൽ ചേർക്കണമെങ്കിൽ മണ്ണിന് അമ്ലത കൂടിയതുകൊണ്ടാവും. മണ്ണ് എങ്ങനെ മലിനപ്പെടുന്നു? നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നൊന്നുമില്ല. ആവശ്യമില്ലാത്ത എല്ലാ വസ്തുക്കളും നമ്മൾ മണ്ണിലേക്ക് മുന്നും പിന്നും നോക്കാതെ വലിച്ചെറിയാണ് ചെയ്യുന്നത്. അങ്ങനെ മാലിന്യങ്ങൾ കുന്നുകൂടി മണ്ണ് രോഗാതുരമാവുന്നു. മലിനമായിട്ടുള്ള മണ്ണ് കൃഷിക്കാണെങ്കിലും ആവാസ വ്യവസ്ഥക്കാണെങ്കിലും വെല്ലുവിളി ഉയർത്തുന്നു. അപ്പോൾ മാലിന്യത്തിന് കാരണമാകുന്നതിൽ ഒരു പ്രധാനമായിട്ടുള്ള പങ്ക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കുണ്ട്. കാരണം അവ ഒരിക്കലും ഡീകമ്പോസ് ചെയ്യില്ല അല്ലെ? ഡീകമ്പോസ് ചെയ്ത് മണ്ണിൽ അലിഞ്ഞു ചേരില്ല. ജൈവ വിഘടന സാധ്യത തീരെ ഇല്ലാത്തതാണ് പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് അമ്ലമഴ. നമ്മൾ അമ്ലമഴ അന്തരീക്ഷ മലിനീകരണം, വായുമലിനീകരണമായിട്ട് ബന്ധപ്പെട്ടും പറഞ്ഞു. പക്ഷെ ഈ മഴ പെയ്തിട്ട് എവിടെയാണ് പതിക്കുന്നത്? മണ്ണിൽ. അപ്പൊ മണ്ണിനെയും കൂടി എഫക്റ്റ് ആവുമല്ലോ അമ്ലത. അപ്പോൾ അമ്ലമഴ ഒരു റീസൺ ആണ്. പിന്നെ ഗാർഹിക വ്യാവസായിക മാലിന്യങ്ങൾ അവയും കാരണമാണ്. പിന്നെ രാസവളങ്ങള്, കീടനാശിനികള്, ക്ലോറിൻ അടങ്ങിയ കീടനാശിനികള് എന്ത് ചെയ്യും? ജൈവവിഘടനത്തിന് വിധേയമാകാതെ മണ്ണിനെ അപകടപ്പെടുത്തും. എൻഡോസൾഫാൻ, DDT, BHC ഇവയൊക്കെയാണ് ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത്തെ യുഗം ഇലക്ട്രോണിക് യുഗം എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ നമ്മൾ അഭിമാനം കൊള്ളുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഇലക്ട്രോണിക യുഗത്തിൽ ഇലക്ട്രോണിക സാധനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വരുന്നതാണ് ഇലക്ട്രോണിക് മാലിന്യങ്ങൾ അഥവാ ഈ മാലിന്യങ്ങൾ.
കേടായിട്ടുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ നിരവധി പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവാറുണ്ട്. കമ്പ്യൂട്ടറിന്റെ CPU പോലെയുള്ള ഇലക്ട്രോണിക് സ്ക്രാപ്പ് ഘടകങ്ങളിൽ ലെഡ്, കാഡ്മിയം, ബെറിലിയം പോലെയുള്ള ദോഷകരമായിട്ടുള്ള വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ ദ്രുതഗതിയിലുള്ള വികാസവും വർദ്ധിച്ച ഉപഭോഗവും എല്ലാം വളരെ വലിയ അളവിൽ ഈ മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നു. പക്ഷെ ഈ മാലിന്യങ്ങളിൽ നിന്ന് ഉപയോഗപ്രദമായിട്ട് പലതും നമുക്ക് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ 132 പേജിൽ അത് കൊടുത്തിട്ടുണ്ട്. 2020 ഒളിമ്പിക് സംഘാടക സമിതിയുടെ തീരുമാനപ്രകാരം ഒളിമ്പിക് ടോർച്ച് മെഡലുകളും ഇലക്ട്രോണിക് റീസൈക്കിൾഡ് മെറ്റീരിയലിൽ നിന്നാണ് നിർമ്മിച്ചത്. അതുപോലെ ജപ്പാനിലെമ്പാടുമുള്ള ഉപയോഗശൂന്യമായ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നാണ് സ്വർണം, വെള്ളി, ചെമ്പ് ഇവയൊക്കെ വേർതിരിച്ച് മെഡലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 2020 ടോക്കിയോയിലായിരുന്നു. പക്ഷെ കൊറോണ കാരണം 2021 ആ ഒളിമ്പിക്സ് ശരിക്കും നടത്തപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ മണ്ണിനെ മലിനീകരിക്കുന്നു. പിന്നെ വീണ്ടും നമ്മൾ കൃത്രിമ കീടനാശിനികളുടെ കാര്യം പറയുമ്പോൾ എന്താണ്, ക്ലോറിൻ അടങ്ങിയിട്ടുള്ള പല കീടനാശിനികളും ഭക്ഷണ ശൃംഖല അല്ലെ, ഫുഡ് ചെയിൻ വഴി മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളിൽ അവയുടെ ഒരു അംശം എത്തുന്നുണ്ട്. ബയോമാഗ്നിഫിക്കേഷൻ ഒക്കെ പറയും നമ്മൾ അതിന്. ഓർഗാനോ ഫോസ്ഫേറ്റുകളും കാർബണേറ്റുകളും ഒക്കെയാണ് എന്നിട്ട് നമ്മൾ ഈ DDT പോലെയുള്ള രാസവസ്തുക്കൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവയും ദോഷഫലങ്ങൾ ഉള്ളത് തന്നെയാണ്. കളനാശിനികളായിട്ട് ഉപയോഗിക്കുന്ന സോഡിയം ക്ലോറേറ്റ്, സോഡിയം ആഴ്സനേറ്റ് ഇവയും തീരെ പ്രകൃതി സൗഹാർദ്ദ വസ്തുക്കളല്ല. ഇവയ്ക്ക് പുറമെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ കൂടെ അയൺ, അലുമിനിയം, കോപ്പർ, സിങ്ക്, മെർക്കുറി അങ്ങനെ ഒരുപാട് രാസവസ്തുക്കളും മണ്ണിൽ എത്തുന്നുണ്ട്. ഒരു 5 കാര്യങ്ങളാണ് മണ്ണിനെ മലിനീകരിക്കുന്നു എന്ന് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. മാലിന്യ നിർമ്മാർജ്ജന സമ്പ്രദായങ്ങളെ കുറിച്ച് നോക്കാം. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? 3R: റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അതായത് എസ്പെഷ്യലി പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ കേസിലാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ദോഷമാവുന്ന വസ്തുക്കൾ പരമാവധി ഉപയോഗിക്കുന്നത് കുറക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിന് ഒരു തരത്തിലും നമുക്ക് കുറക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ അതിന്റെ പുനരുപയോഗ സാധ്യത പരിശോധിക്കുക. അതായത് സിംഗിൾ ടൈം യൂസ് ആക്കിയിട്ട് യൂസ് ആൻഡ് ത്രോ ചെയ്യുന്നത് പോലെയല്ല, ഒരേ സാധനം നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് കേടുപാട് പറ്റാതെ എത്ര പ്രാവശ്യം വീണ്ടും 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 ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ മാക്സിമം ഉപയോഗിച്ചതിന് ശേഷം മാത്രം അതിനെ കളയുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ റീസൈക്കിൾ ചെയ്തെടുക്കുക. പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ആണെങ്കിൽ അതിലിങ്ങനെ ഒരു നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടാവും, നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണെങ്കിൽ. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നമ്മൾ തിരിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അത് റീസൈക്കിൾ ചെയ്തിട്ട് മോൾഡ് ചെയ്തിട്ട് അവർക്ക് വീണ്ടും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഇത് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഇവയൊക്കെ ചെയ്താൽ നമുക്ക് എസ്പെഷ്യലി പ്ലാസ്റ്റിക് പോലെയുള്ളവ പ്രകൃതിയിലേക്ക് തള്ളുന്നത് മാക്സിമം കുറക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നിർദ്ദിഷ്ട സ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുക. അത് സിവിക് സെൻസും ഇല്ലാത്തൊരു സൊസൈറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ എത്ര പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞാലും നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തുപ്പരുതെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പോയി തുപ്പും. ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിക്കരുതെന്ന് വെച്ചാൽ ബോർഡ് വെച്ചാൽ അവിടെ തന്നെ പോയിട്ട് മാലിന്യം നിക്ഷേപിക്കും. അപ്പോൾ CCTV ഒന്നും ഇല്ലെങ്കിൽ, CCTV ഉണ്ടെങ്കിൽ നമ്മൾ മാന്യന്മാരാകും. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. എവിടെയാണോ ഒരു സ്ഥലം നിർദ്ദേശിച്ചിട്ടുള്ളത് അവിടെ മാത്രം മാലിന്യം നിക്ഷേപിക്കുക. ഇനി അവര് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഡിഫറെന്റ് കളറിൽ, മഞ്ഞ കളർ, ചുവപ്പ് കളർ, നീല കളർ അങ്ങനെയൊക്കെ പിന്നെ ബോക്സ് വേസ്റ്റ് ബിന്നുകൾ ഉണ്ടാവും. എന്നിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും ഇന്നതിൽ എന്താണ് ബയോ റിലേറ്റഡ് അത് മാത്രം. പിന്നെ പ്ലാസ്റ്റിക് ഇതിലിടുക, പേപ്പർ ഇതിലിടുക എന്ന് പറഞ്ഞിട്ട് നമ്മളത് പലപ്പോഴും ഫോളോ ചെയ്യാറില്ല. പക്ഷെ ശരിക്കും നമ്മൾ അതൊക്കെ ഫോളോ ചെയ്താൽ വേസ്റ്റുകൾ കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ആവും. അപ്പൊ മാലിന്യ സംസ്കരണത്തിന് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സ്ഥലത്ത് കുന്നുകൂടിയ ഒരു പ്ലാന്റിൽ എത്തുമ്പോൾ അവിടെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവയൊക്കെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശാസ്ത്രീയ പൊതു ശുചിത്വ രീതികൾ സ്വീകരിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരിക്കലും പബ്ലിക് പ്ലേസ് വൃത്തികേടാക്കാൻ വേണ്ടി പാടില്ല. നമ്മളിപ്പം വെള്ളം കുടിച്ച് റോഡിലേക്കോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിലേക്കോ അങ്ങനെയൊന്നും എറിയാൻ വേണ്ടി പാടില്ല. കൃത്യമായിട്ടുള്ള സ്ഥലത്ത് തന്നെ പ്ലാസ്റ്റിക് ആണെങ്കിലും എന്ത് വേസ്റ്റ് ആണെങ്കിലും അവിടെ മാത്രം നിക്ഷേപിക്കുക. നമ്മൾ പൗരന്മാരുടെ ധർമ്മമാണ് പബ്ലിക് പ്ലേസ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. അല്ലാതെ വേറെ ശുചീകരണ തൊഴിലാളികൾ വന്ന് മാത്രമേ അത് ചെയ്തുകൂടാ അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ അങ്ങനെ ഒരു അവബോധം നമുക്ക് ഉണ്ടാവുക ഇമ്പോർട്ടന്റ് ആണ്. ഇനിയാണ് ഹരിത രസതന്ത്രത്തിനെ കുറിച്ചിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഹരിത രസതന്ത്രം പോൾ T. അനസ്താസ്, ജോൺ C. വാർണർ ഇവരുടെ സംഭാവനയാണ്. പ്രകൃതി സൗഹാർദ്ദമായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു രസതന്ത്ര വിഭാഗമാണ് ഹരിത രസതന്ത്രം. ഓക്കെ, അപ്പൊ വ്യവസായശാലകളുടെ പ്രകൃതി ചൂഷണവും അവ മാലിന്യങ്ങളെ പുറന്തള്ളുന്ന രീതിയും പല ഉൽപ്പന്നങ്ങളിലെയും അപകടകരമായ രാസവസ്തുക്കളുടെ സാന്നിധ്യത്തെയും സാധാരണ ജനം ഭയപ്പാടോടെ നോക്കിക്കാണുന്നു. അല്ലെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ബേബി ഫുഡ് അല്ലെങ്കിൽ പൗഡർ അതുപോലെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ പിന്നീട് ക്യാൻസറിന് കാരണമാകുന്ന പല വസ്തുക്കളായിരുന്നു കണ്ടെത്തി പല വളരെ ഫേമസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളും ബാൻ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ടെൻഷനാണ് നമുക്ക്, അല്ലെ? അപ്പോ
രസതന്ത്രം പകരുന്ന സൗകര്യങ്ങളെ സ്വീകരിക്കുമ്പോൾ തന്നെ നാം ജീവിക്കുന്ന പ്രപഞ്ചത്തിനെ നശിപ്പിക്കുവാൻ രസതന്ത്രം നടത്തുന്ന ഇടപെടലുകൾ ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ? ഈ അന്വേഷണത്തിന്റെ ഉത്തരമാണ് ഹരിത രസതന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഒരു രാസ ഉൽപാദന പ്രക്രിയയെ അപകടമല്ലാത്ത രാസവസ്തുക്കൾ ഉപയോഗിച്ച് മലിനരഹിതമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന രീതിയിൽ പുനഃക്രമീകരിക്കുക, ഇതാണ് ഹരിത രസതന്ത്രത്തിന്റെ കോൺസെപ്റ്റ് അഥവാ കാതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹരിത രസതന്ത്രത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ അല്ലെങ്കിൽ പ്രധാന തത്വങ്ങളുണ്ട്. അതിൽ ചിലത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. വസ്തുക്കളുടെ നിർമ്മാണ വേളയിൽ തന്നെ മാലിന്യം ഒഴിവാക്കുന്ന രീതിയാണ് മെച്ചം. അല്ലാതെ മാലിന്യ വസ്തുക്കൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന്റെ മാരകാവസ്ഥ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള രാസഭൗതിക മാർഗങ്ങൾ തേടുന്നത് ശരിയല്ല. അപ്പോൾ നിർമ്മാണ വേളയിൽ എങ്ങനെ ഒഴിവാക്കാം? ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? മനുഷ്യനും പ്രകൃതിക്കും ദോഷകരമല്ലാത്ത രാസവസ്തുക്കളായിരിക്കണം ഏതൊരു വസ്തുവിന്റെയും നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ടത്. അതായത് ഒരു സംയുക്തത്തിന്റെ തന്നെ നമുക്ക് വിവിധ മെത്തേഡിലൂടെ അതിനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഉള്ള മെത്തേഡൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. എന്നിട്ട് ഏറ്റവും പ്രകൃതിക്ക് ഇണങ്ങിയിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് സ്വീകരിക്കുക. പിന്നെ പുനരുൽപാദന സാധ്യതയുള്ള അസംസ്കൃത വസ്തുക്കളെ ആശ്രയിച്ച് വേണം രാസപ്രക്രിയകൾ വിഭാവനം ചെയ്യേണ്ടത്. നിരന്തരമുള്ള ഉപയോഗം മൂലം അതിവേഗം തീർന്നുകൊണ്ടിരിക്കുന്ന പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം എന്നീ പ്രകൃതിജന്യ സ്രോതസ്സുകളെ പരമാവധി സംരക്ഷിക്കേണ്ടത് പ്രധാന കാര്യമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അതായത് നമ്മൾ ഇതിന് പറയുന്ന ഒരു പേരുണ്ട്, റിന്യൂവബിൾ റിസോഴ്സസ് എന്നാണ് പറയാ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അല്ലാതെ പെട്ടെന്ന് തീർന്നു പോകുന്ന പിന്നെ പെട്രോളിയം, കൽക്കരി അതുപോലെയുള്ളവയെ നമ്മൾ ആശ്രയിക്കുന്നത് കുറക്കണം. രാസപ്രവർത്തനത്തിന്റെ ഒടുവിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും മറ്റും ഉപയോഗശേഷം ഉപേക്ഷിച്ചാൽ അത് പ്രകൃതിയിൽ തന്നെ വിഘടിച്ചു ചേരുന്ന രീതിയിലായിരിക്കണം നാം രൂപകൽപ്പന ചെയ്യേണ്ടത്. സൂക്ഷ്മജീവികളുടെയും അന്തരീക്ഷത്തിലെ വായുവിന്റെയും സാന്നിധ്യത്തിൽ സ്വയം വിഘടിച്ചു പോകുന്ന രീതിയാകുമ്പോൾ പരിസര മലിനീകരണവും മാലിന്യം കുന്നുകൂടുന്ന അവസ്ഥയൊക്കെ ഇല്ലാതാവും. അപ്പോൾ എന്താണ്? വിഘടന സാധ്യതയുള്ളവ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പിന്നെ എന്താണ്? ഓക്കെ, രാസവസ്തുക്കളെയും പ്രയോഗ രീതിയെയും തിരഞ്ഞെടുക്കേണ്ടത് ഒരിക്കലും രാസാപകടങ്ങളും പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടാകാത്ത രീതിയിലായിരിക്കണം. അപ്പൊ സേഫ്റ്റി നമ്മൾ എപ്പോഴും നോക്കണം. പിന്നെ ഊർജ്ജ നഷ്ടം വരുന്ന പരമ്പരാഗത രീതികൾ ഒഴിവാക്കി പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് വേണം രാസപ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. സാധാരണ താപനിലയിലും മർദ്ദത്തിലും രാസപ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഊർജ്ജ നഷ്ടം ഒഴിവാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഹരിത രസതന്ത്രം എന്നുള്ളൊരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവരിങ്ങനെ പ്രധാന തത്വങ്ങളെ കുറിച്ച് അങ്ങനെ ചോദിക്കുന്നില്ല, ജസ്റ്റ് ഹരിത രസതന്ത്രത്തിന്റെ ഡെഫിനേഷൻ ചോദിക്കും, അത്ര തന്നെ. അപ്പോ നമ്മുടെ ഈ 6ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റുകൾ ആയിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു പാഠമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.